ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മർഷിദ ഫാത്തിമ. അസ്സലാമു അലൈക്കും. അപ്പം ഇന്നൊരു കൊച്ചു യാത്രയാണ്. ഞങ്ങൾ ഇന്നൊരു രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ്. കുറച്ചധികം പേരുണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോ ഫുള്ള് നിങ്ങളിരുന്ന് കാണണേ. കൂടെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ഇടണേ. അപ്പം നമ്മളിതാ ആ വഴിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മനോഹരമായിരുന്നു കാണാൻ. നിറയെ കോഴിക്കോട് മിഠായി തെരുവെന്ന ആശയമായിരുന്നു എൻ്റെ മനസ്സിൽ ഉദിച്ചെത്തിയത്. ഉപ്പാൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. എപ്പോഴത്തെ പോലെ കൂടെ ഉപ്പയുമുണ്ട്, ഉമ്മയുമുണ്ട്. കൂടെ വേറെ കുറച്ചു പേരും കൂടെയുണ്ട്. ഫുൾ പ്ലാൻഡായിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? മണ്ണാർക്കാട് തന്നെ. നമ്മൾ മണ്ണാർക്കാടിൽ കുന്തിപ്പുഴയാണ് മക്കളെ നിങ്ങൾ ഇതാ ഇവിടെ കാണുന്നത്. കുന്തിപ്പുഴ നല്ല തണുപ്പേറുന്ന വെള്ളം കേട്ടോ. കുന്തിപ്പുഴയിൽ ഞാനൊക്കെ ഇറങ്ങിക്കണു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് നമ്മുടെ സ്വന്തം കുന്തിപ്പുഴ. പിന്നെ പറയാനുണ്ടോ? അത് തന്നെ. കുറേ നേരം ഇരുന്നു വണ്ടിയിൽ. ആകെ ക്ഷീണിച്ചാലും എത്ര ക്ഷീണിച്ചാലും വണ്ടി ഓടില്ലേ. അതിനിടയിൽ കുറേ മനോഹരമായ കാഴ്ചകളും കുറേ ആസ്വാദനായ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങളിതാ യാത്ര തിരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കൂടെ രണ്ട് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും ഈ രജിസ്റ്റർ ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ എത്തിയിട്ട് നമുക്ക് സാവധാനം അവരങ്ങോട്ട് പരിചയപ്പെട്ട പോലെ. ഇപ്പോൾ പരിചയപ്പെടണോ? വേണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരമായി ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥലം എവിടെയാണെന്നോ ഞങ്ങളിപ്പോൾ എങ്ങിട്ടാ പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. രജിസ്റ്റർ ഓഫീസ് എന്നാൽ അത് എവിടെയാണെന്നും കൂടി ഞങ്ങൾക്കറിയില്ല. കാരണം മണ്ണാർക്കാട് അത്ര വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. എന്നാലും മണ്ണാർക്കാട് വന്ന പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. പക്ഷെ യാത്ര ചെയ്ത് പോയ പരിചയമില്ല. അതുകൊണ്ട് ഞങ്ങൾ കുടുങ്ങി ഇരുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പോണുണ്ട്. അയ്യോ, യാത്ര ചെയ്ത ക്ഷീണം 2-3 ദിവസമായാലും മാറൂലാന്നാണ് തോന്നുന്നത്. കാരണം അത്രക്കുണ്ട് യാത്രൻ്റെ ക്ഷീണം. വാ, വെരി നൈസ്. അതിൻ്റെ ഇടയിൽ കുറേ നഴ്സറി കണ്ടിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ കുറേ കറിക്കും അതേപോലെ തന്നെ കുറേ കടകൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. നിങ്ങൾ തന്നെ എല്ലാ കടകളൊക്കെ ഒന്ന് നോക്കിക്കോട്ടോ. കാരണം ഞാൻ ഒരു കട പോലും നേരെ വണ്ണം നോക്കിയിട്ടില്ല. എങ്ങനെയാ നോക്കുക? അമാതിരി പരിവായിക്കണു കുഴങ്ങിയിട്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഇതിപ്പോൾ കുറേ നേരമായല്ലോ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ. സാരമില്ല, ഇപ്പോൾ എത്തും. പിന്നെ എടുത്ത് പറയാമല്ലോ ഒരു കാരണം, മണ്ണാർക്കാട് ഹൈവേ റോഡ്. അതാണ് മക്കളെ സൂപ്പർ. നല്ല റോഡാണ്. ഒരു പൊളി ഒന്നുമില്ല. ഒരു ഗോട്ടം കിട്ടാൻ നേരെ അങ്ങോട്ട് ഉരുണ്ട് പോയിക്കോളും. അത്രയും നല്ല റോഡാണ്. ഇപ്പം ഞാൻ വേറെയുള്ള റോഡ് നല്ലതല്ല കേട്ടോ പറയണത്. നല്ല എൻ്റെ എക്സ്പീരിയൻസിൽ മണ്ണാർക്കാട് റോഡിൽ ഇതുവരെ പോകാത്തതുകൊണ്ടാണ് തോന്നുന്നു. എന്നാലും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പം പൗത്ത മാങ്ങ മാത്രം സീസണാണെന്നാണ് ഇനി എനിക്കറിയേണ്ടത്. കാരണം സാധാ മാങ്ങ പച്ച മാങ്ങ ഇല്ലാതെ എല്ലാ പൗത്ത മാങ്ങയും എല്ലാ കടയിലും നല്ല സെയിലിന് വേണ്ടി അങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ടാണല്ലോ പോകുന്നത്. പിന്നെ ഞാനേ വരുന്ന വഴിക്ക് നമ്മുടെ മൈജീനെയും കൂടിയും കണ്ടിരുന്നു കേട്ടോ. പക്ഷെ വീടെടുക്കാൻ മറന്നുപോയി. മൈജീൻ്റെ ചൊറുക്ക് കാരണമെന്ന് തോന്നുന്നു.
വീടെടുക്കാൻ എന്തോ എവിടെയോ ഒരു മറവി. സാരില്ല, ഏതായാലും മൈജി അല്ലാത്ത ബാക്കി എല്ലാവരും ഞാൻ ഇതിൽ വെളുത്തിയിട്ടുണ്ട്. എൻ്റെ എല്ലാതും ഓഫറാണ്. ഓക്കെ, അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാണ് ഞങ്ങളെല്ലാവരും പോകാണ്. കൂട്ടരെ ഓർക്കുക, നമ്മൾ പോകാണ്. അപ്പം നമ്മളിതാ അവിടെ രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാ അവിടെ രണ്ടാൾ കാണാറുണ്ടോ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്പെഷ്യലിസ്റ്റ് ആൾ. ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടുത്തെ ഇത്തിരി അലങ്കാര പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനവിടെ എന്തിനാ പോയേക്കണമെന്ന് അറിയില്ലേ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. ആ രണ്ടാളുകളെ നേരെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിനിടയിൽ മദർ കെയർ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. രജിസ്റ്റർ ഓഫീസിൽ ഇത്തിരി അധികം പിക്കുകളൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അത്ര വലിയതായിട്ട് അങ്ങനെ പിക്കുകളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ ചില സ്ഥലത്ത് ക്യാമറ അലൗഡ് അല്ല ഗൈസ്. പിന്നെ ഞങ്ങൾ തന്നെ ആകെ പൊളിഞ്ഞ് പോയി. അപ്പം ആ ഒരു ഓട്ടോറിക്ഷ ഞങ്ങളിലുള്ളതാണ്. അതായത് 2 ഓട്ടോറിക്ഷയായിട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. കാരണം 2 ഓട്ടോറിക്ഷയിൽ ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളങ്ങോട്ട് രജിസ്റ്റർ ഓഫീസിൽ കണ്ട ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അതിനിടയിൽ ഞങ്ങളിപ്പോൾ തപ്പി നടക്കണ എങ്ങിട്ടാണെന്നറിയോ? വീട്ടിലേക്കൊന്നല്ല, ഒരു നല്ലൊരു ഫ്രൂട്ട്സ് കട വേണം. അതിനു വേണ്ടിയാണ് നടക്കണത്. അതുവരെ ഫ്രൂട്ട്സ് കട മുന്നിലുണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞാൽ മൊത്തം മൺചട്ടിയും ആശുപത്രിയും അതുപോലെ തന്നെ 4-5 പലചരക്ക് കടയും, ഏത് കടയിലും ഫ്രൂട്ട്സിന് ക്ഷാമം. അതുവരെ എല്ലായിടത്തും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ തുറച്ച് നോക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, എവിടെയും എപ്പോൾ നോക്കിയാലും ഹോട്ടൽ ലൈവ്, ഹോട്ടൽ നീല, ഹോട്ടൽ മഞ്ഞ, ഹോട്ടൽ പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് 2 കൊണ്ടുവന്ന. പിന്നെ ഞാൻ മൊത്തം സൈലൻ്റാണ്, കാരണം എന്നെ കൊണ്ട് പോയ ഗൈസ്. അപ്പം അത് പോയത് മൈജി ആണോ എന്നൊന്നും നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. കാരണം ഞാനൊന്നും നോക്കിയിട്ടില്ല, ഞങ്ങൾ വണ്ടിയിലാണ്. അപ്പം ഞങ്ങൾ എങ്ങനെ പോവുകയാണ്. ഇതാണ് ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട കുന്തിപ്പുഴ. അങ്ങനെ നേരെ ക്ലിയറിൽ നിൽക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഞാൻ ആകെ വിട്ട് ആകെ ഉള്ളതായിരുന്നു. പിന്നെ അവിടെ നിൽക്കുന്ന ആ ഒരാളെ ആണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ പിക്കിൽ കാണിച്ചെന്ന ആള് ആരാന്ന് ഞാൻ വിശദീകരിച്ച് തരാം. ബട്ട് ഇപ്പം നമുക്ക് സമയമില്ല, നമ്മൾ പിന്നെ വിശദീകരിച്ച് തരാം. നന്നായിട്ട് ചുമണ്ട് കേട്ടോ. ചുമലിൻ്റെ സമയത്താണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 8-14 ചായക്കടിയും ഈ കടിയും കുറേ കണ്ടു. പക്ഷേ ഇതുവരെ ഫ്രൂട്ട്സ് കട കണ്ടിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തണ വരെ ഫ്രൂട്ട്സ് കട തപ്പിക്കൊണ്ട് പോവും എന്നാണ് ഉദ്ദേശവും. ഏതായാലും അതായിരിക്കും നടക്കാൻ പോകുന്നത്. കുഴപ്പമില്ല, പോകാം നമുക്ക്. അഥവാ ഇനി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് നമുക്ക് ലാസ്റ്റ് കിട്ടി. അപ്പോൾ എൻ്റെ PP ആണ് പോകുന്നത്. അപ്പോൾ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റോബസ്റ്റ് ഉണ്ടായിരുന്നു, ചോളം, തണ്ണിമത്തങ്ങ സീസണല്ല, പക്ഷെ ഉണ്ടായിരുന്നു. പിന്നെ റംബുട്ടാൻ, ആളാണ് മെയിൻ. റംബുട്ടാനെ പുട്ടാനേ. അപ്പോൾ റംബുട്ടാൻ അവിടെ ആടി ഈ അലയുന്നുണ്ട്. കാരണം റംബുട്ടാനെ എനിക്ക് നല്ല ഇഷ്ടമാണ്, അതിനെ പിടിച്ച് പിച്ചാലും നല്ല ഇഷ്ടമാണ്. ഒക്കെ
മൈ ഐസ് അയ്യോ മൈ എവിടെ ആദ്യം യെസ് പൈനാപ്പിൾ കൈതച്ചക്ക എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ ഇതാരാന്നറിയോ? ഇതാണ് മൂത്തമ്മ കേട്ടോ. അതിനപ്പുറത്തിരിക്കണ ആളെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇപ്പോൾ മൂത്തമ്മ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മൂത്തമ്മക്ക് നാണം വന്നിക്കണം ഗൈസ്, നാണം. പക്ഷെ എന്ത് പറയണ അപ്പം അപ്പുറത്തുള്ള നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ഇത് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരുന്നുമില്ല. കാരണം കാണിച്ചു തന്നിട്ടും കാര്യമില്ല, കാര്യം ഉണ്ടായിട്ടല്ലേ കാണിച്ചുള്ളൂ. കാണിച്ചു തന്ന നല്ല മിക്ക അതിഥി എന്ന് പറഞ്ഞാൽ ഇത് ഈ 2 പേരുമാണ്. അപ്പോൾ എന്താ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. എൻ്റെ കണ്ണ് ഇതിലേക്കായതും കൊണ്ടും നേരത്തെയും ഇന്നലെയും എൻ്റെ ഉപ്പ ഈ സെയിം സാധനം വായിച്ച് തന്നത് കൊണ്ടും എനിക്ക് കിട്ടണില്ല ഗൈസ്. അവിടെ ഒരാളുണ്ട്, ആ ആളാരാന്ന് നോക്കിക്കോളൂ. പിന്നെ തൊട്ടപ്പുറത്തിരിക്കണ ഈ ആളെ എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ എന്താ കൊയ്തച്ചക്കയും നല്ല റംബൂട്ടാനൊന്നും അങ്ങോട്ട് പിഴിഞ്ഞെടുക്കായിരുന്നു. അതിൻ്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല ഗൈസ്. കാരണം മൈ റംബൂട്ടാൻ ഈസ് മൈ ലൈഫ്, അല്ല സോറി മൈ ഹാർട്ട്. കോര ഹാർട്ടാക്കാതെ ഇരുന്നാൽ മതി. അയാൾ ഇത്തിരി കൊച്ചിക്കളിച്ചിട്ടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അല്ല നിങ്ങൾ നോക്കിക്കോളൂ. എന്നാൽ ആ റംബൂട്ടാനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു എൻ്റെ മക്കളെ. എൻ്റെ പി ആണെങ്കിലോ അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കണുണ്ടോ എന്ന് നോക്കിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ വരും പി നല്ല പിയാ, എന്ത് നല്ല പി. പക്ഷെ ഫ്രൂട്ട്സ് കടൻ്റെ ചന്തം കണ്ട് നല്ലതായിട്ട് മയങ്ങിപ്പോയി. ഞാൻ ഇടയ്ക്കതൊന്ന് എടുക്കാൻ നോക്കി, പക്ഷെ എൻ്റെ അപ്പാൻ്റെ കാന ബുദ്ധി അത് കാരണം ഞാൻ അങ്ങനെ അവിടെ വെച്ചു. കാരണം അത് എടുത്താലേ ആകെ അങ്ങോട്ട് മാറിപ്പോവും. പക്ഷെ വേറെ എന്തൊക്കെയൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് ഈ ജന്മത്തിൽ റംബുട്ടാൻ്റെ കാര്യത്തിൽ എനിക്കും റംബുട്ടാനും കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി. ആകെപ്പാടെ തെരഞ്ഞു നടന്നുകൊണ്ട് കിട്ടിയ ഫ്രൂട്ട്സ് കടയാണ്. ആണ് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല.